ഇനി എത്ര കറുത്ത് കരുവാളിച്ചിരിക്കുന്ന മുഖമാണെങ്കിലും ഒറ്റ ദിവസം കൊണ്ട് അത് മാറ്റി നല്ല വെളുത്തിട്ട് തുടുക്കാം എന്നതിൻ്റെ ലൈവ് റിസൾട്ടാണ് ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു ചൂടും വെയിലും കാരണം നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അത്യാവശ്യം നല്ലോണം ടാൻ അടിക്കും. ആ ടാൻ കൂടുന്നതനുസരിച്ച് നമ്മുടെ ഫേസിൽ മെലാസ്മ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ വരും. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഇൻസ്റ്റൻറ്റ് സ്കിൻ വൈറ്റനിങ് ആൻഡ് ഇൻസ്റ്റൻറ്റ് ടാൻ റിമൂവൽ ഫേസ് പാക്കാണ്. നമ്മുടെ വീട്ടിൽ നമ്മുടെ അടുക്കളയിൽ തന്നെയുള്ള കുറച്ച് ഐറ്റംസ് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പാക്കാണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. നേരത്തെ എൻ്റെ ഫേസിന് അത്യാവശ്യം നല്ല കളറുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഒരുമാതിരി കരുവാളിച്ചിരിക്കുവാണല്ലോ എന്ന് നിങ്ങളെ ചിന്തിച്ചിട്ടുണ്ട്. ഹേ ഡിയേഴ്സേക്ക് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു. അപ്പോൾ എപ്പോഴും പറഞ്ഞതിലൂടെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ണിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂട്ടത്തിൽ നമ്മുടെ ബെൽ ബട്ടനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കും, എന്നാലും ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ്. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണലായിട്ടും അല്ലാണ്ട് എൻ്റെ കുറച്ച് ഫ്രണ്ട്സും എൻ്റെ ചേച്ചിയുടെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നേരത്തെ എൻ്റെ ഫേസിന് കളർ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ എൻ്റെ ഫേസിന് ഭയങ്കര കരുവാളിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇതേ കണക്കുള്ള കറുത്ത പാടുകളൊക്കെ വരുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ മെലാസ്മയാണ് കേട്ടോ. അപ്പം അങ്ങനെ വരാൻ കാരണം എന്താണ്? അങ്ങനെ വരാനുള്ള മെയിൻ കാരണം നമ്മുടെ ഫേസിൽ ഇപ്പോഴത്തെ ഒരു വെയിലും ചൂടും ഒക്കെ കാരണം നമ്മുടെ ഫേസിൽ ടാൻ അടിച്ചില്ലെങ്കിലേ ഉള്ളൂ. അപ്പം നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ നമ്മുടെ ഫേസ് നല്ലപോലെ വെയിലടിക്കും. അതിനനുസരിച്ച് നമ്മുടെ ഫേസിലും നമ്മുടെ നെക്കിലും നമ്മുടെ കയ്യിൽ നമ്മൾ എവിടെയൊക്കെ സണ്ണുമായിട്ട് കോണ്ടാക്റ്റ് വരുന്നോ അവിടെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ ടാൻ അടിക്കും. അപ്പം നമ്മൾ വിചാരിക്കും അപ്പോൾ കയ്യിലും കഴുത്തിലൊക്കെ അടിക്കുന്ന ഓക്കെ നോർമൽ, പക്ഷേ എൻ്റെ ഫേസിൽ ഞാൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാറുണ്ട്. പക്ഷേ എന്തുകൊണ്ട് എൻ്റെ ഫേസിലും പിന്നെ ടാൻ അടിക്കുന്നത്? നമ്മൾ ഓരോ 3 മണിക്കൂർ കഴിയുമ്പോൾ ഇപ്പോഴത്തെ ഒരു ചൂട് വെച്ചിട്ട് ഒരു 3 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുത്തേ പറ്റും. അല്ലാണ്ട് രാവിലെ ഇപ്പോൾ പോകാൻ നേരം സൺസ്ക്രീൻ ഇട്ടിട്ട് വൈകുന്നേരം വരെ ഒരിക്കലും അതിൻ്റെ ഒരു നമുക്ക് ലാസ്റ്റ് ചെയ്ത് കിട്ടത്തില്ല. ഒരു 3 മണിക്കൂർ കറക്റ്റ് ടൈം നോക്കി സൺസ്ക്രീൻ അപ്ലൈ ചെയ്യത്തില്ല. കാരണം ചിലപ്പോൾ മറന്നു, ചിലപ്പോൾ മടി, ചിലപ്പോൾ ഇപ്പോൾ സൺസ്ക്രീൻ കൂടെ കൊണ്ടുപോകും നടക്കത്തൊന്നുമില്ലായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ഫേസിൽ ടാൻ അടിക്കും. അത്യാവശ്യം നല്ല പോലെ നമ്മുടെ ഫേസിൽ ടാൻ അടിക്കുകയും ചെയ്യും. ഈ ടാൻ അടിക്കുന്ന കൂടുന്നതനുസരിച്ച് നമുക്ക് ഇതേ കണക്കുള്ള മെലാസ്മ വരും. അപ്പോൾ നമ്മൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്ന പാക്ക് വന്നിട്ട് നമ്മുടെ ഫേസിലെ കരിവാളിപ്പും കറുത്ത പാടുകളൊക്കെ മാറ്റി നമുക്ക് നല്ലൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ തരാൻ ഒരു അടിപൊളി സ്കിൻ വൈറ്റനിങ്ങിൻ്റെ ഫേസ് പാക്കാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മുടെ ഫേസിലെ ടാനൊക്കെ ഭയങ്കരമായിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് റിമൂവ് ചെയ്യാനൊക്കെ ഒരുപാട് സഹായിക്കുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ പാക്ക് റെഡിയാക്കുന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, നിങ്ങൾക്ക് ഉറപ്പായിട്ട് യൂസ്ഫുൾ ആവും. അപ്പോൾ ഇനി ആരും വിഷമിക്കൊന്നും വേണ്ട, എൻ്റെ ഫേസിലെ കളർ പോയല്ലോ, എൻ്റെ ഫേസ് കരുവാളിച്ച് പോയല്ലോ എന്നൊന്നും ടെൻഷനൊന്നും വിഷമിക്കൊന്നും വേണ്ട. നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ സ്കിൻ വൈറ്റനിങ് ആക്കാനുള്ള ഒരു അടിപൊളി ഫേസ് പാക്കാണ്. അപ്പോൾ എന്തായാലും ഒട്ടും താമസിപ്പിക്കാൻ നമ്മുടെ വീട്ടിലോട്ട് പോയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടുന്നൊരു പൊട്ടറ്റോ ആണ്. പൊട്ടറ്റോ വേവിക്കുകയൊന്നും വേണ്ട, അല്ലാണ്ട് എടുത്താൽ മതി കേട്ടോ. ഒരു പൊട്ടറ്റോയുടെ പകുതി മാത്രം മതി. അതിനനുസരിച്ച് അത് നല്ലോണം മിക്സിക്കകത്തിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അത് ബ്ലെൻഡ് ചെയ്തിട്ടാൽ കുറച്ച് പാടാണ്, അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ശർക്കരയില്ല, അതാണ്. അപ്പോൾ ഞാൻ എടുത്ത പാത്രത്തിൽ ലേശം വെള്ളം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ശർക്കര ഇതുപോലെ അലിഞ്ഞു പോയത്. അപ്പോൾ നമ്മൾ ആ ശർക്കര എടുത്തതിന് അതിലേക്ക് നമുക്ക് നമ്മുടെ പൊട്ടറ്റോ ജ്യൂസില്ല അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ അതിൽ പൊടിഞ്ഞ് ഇളക്കാൻ നോക്കുക. സ്പൂൺ വെച്ച് ഇളക്കുമ്പോൾ വീണ്ടും എടുത്ത് പൊടിഞ്ഞ് ഇങ്ങനെ കിടക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കൈ വെച്ചാണ് ഇതേ കണക്ക് നമുക്കിങ്ങനെ പൊടിച്ചത് ഇങ്ങനെ ഇളക്കി നല്ലോണം ഒന്ന് മിക്സാക്കി നോക്കാം. അത് മൊത്തത്തിൽ പോയെന്നത് അതിനുശേഷം അതിലേക്ക് ലേശം നമ്മൾ ആഡ് ചെയ്യേണ്ടത് കടലമാവാണ്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഹണിയും കൂടെ ആണ് കേട്ടോ. ഹണി ആഡ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ വീഡിയോ അറിയാണ്ട് സ്റ്റോപ്പ് ആക്കിയപ്പോൾ അതുകൊണ്ടാണ് ഹണി ആഡ് ചെയ്യുന്നത് കാണിക്കാൻ പറ്റാഞ്ഞത്. അപ്പോൾ ഹണി ആഡ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ ആരും. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ദെൻ അതിനുശേഷം നമ്മുടെ ഫേസിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ അപ്ലൈ ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നൈറ്റിൽ ഇത് അപ്ലൈ ചെയ്യാവുക, അല്ലാണ്ട് ഡേ ലൈറ്റിൽ ഇത് അപ്ലൈ ചെയ്തിട്ട് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് ശർക്കരയാണ്. ശർക്കരക്കകത്ത് ഗ്ലൈക്കോളിക് ആസിഡും AHA ആൽഫ ഹൈഡ്രോൾ ആസിഡും ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് മൾട്ടിപ്പിൾ ബെനിഫിറ്റ്സ് ആണ് തരുന്നത്. നമ്മുടെ ഫൈൻ ലൈൻസ് റെഡ്യൂസ് ചെയ്യാനും റിങ്കിൾസ് ഏജ് സ്പോട്ട്സ് ഒക്കെ മാറ്റാനും നമ്മുടെ ആക്നെ സ്കാർസ് ഒക്കെ പോക്കി നമ്മുടെ പിമ്പിൾസ് വരെയുള്ള ടെൻഡൻസിയൊക്കെ കുറയ്ക്കാനും നമുക്കൊരു ഈവൻ സ്കിൻ ടോൺ തരാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്നതാണ് ജാഗറി വന്നിട്ട്. അത് മാത്രമല്ല നമ്മുടെ സ്കിൻ ടോൺ നല്ലോണം ഇമ്പ്രൂവ് ചെയ്യാനും നല്ലോണം സ്കിൻ വൈറ്റനിങ്ങിനും ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ അടുത്തായിട്ട് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഹണി നമ്മുടെ ഫേസിനെ നല്ലോണം നറിഷ് ചെയ്ത് വെക്കാനും നല്ലോണം നമ്മുടെ സ്കിൻ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഒരുപാട് സഹായിക്കുന്നതാണ് ഹണി വന്നിട്ട്. അപ്പോൾ ഫേസിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫേസിൽ അപ്ലൈ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം, നമുക്ക് നെക്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബോഡി കംപ്ലീറ്റ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്കിൻ വൈറ്റനിങ് പാക്കാണ് ഇത് വന്നിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ ഒരു കയ്യിൽ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ, കാരണം 2 കയ്യിലും കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ക്യാമറ ഓഫാക്കാൻ പാടാണ്, അതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ കൈമുട്ടിൽ വരുന്ന ഡാർക്ക്നെസ്, കാൽമുട്ടിന് വരുന്ന ഡാർക്ക്നെസ്സിനൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത് മാത്രമല്ല നമ്മുടെ നെക്കിൻ്റെ പുറകിലൊക്കെ നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കറക്റ്റ് 20 മിനിറ്റ് മാത്രം നമ്മുടെ ഫേസിൽ വെച്ച് കഴിഞ്ഞാൽ മതി. ഞാൻ അതിനുശേഷം നമുക്ക് നോർമൽ വാട്ടർ വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഞാൻ എന്തായാലും വാഷ് ചെയ്തതിന് മുന്നേ നിങ്ങളെ അതിൻ്റെ ലൈവ് റിസൾട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഞാനൊരു പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനുശേഷം എന്തൊരു കോട്ടൺ ഡിപ്പ്
സ്കിപ്പ് ചെയ്തിട്ട് ഞാനിത് റിമൂവ് ചെയ്ത് കാണിക്കുകയാണ്. നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഇൻസ്റ്റൻറ്റ് സ്കിൻ വൈറ്റനിങ് ആണ് കിട്ടുന്നത്. സ്കിൻ വൈറ്റനിങ്ങിനോട് കൂടൊപ്പം നമുക്ക് നല്ലൊരു ഗ്ലോ തന്നെയാണ് കിട്ടുന്നത്. നമുക്ക് നമ്മുടെ എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ റിമൂവ് ചെയ്ത് നമ്മുടെ സ്കിൻ ഹെൽത്ത് നല്ലോണം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒരു പാക്കാണ് ഇത് വന്നിട്ട്. പിന്നെ നമുക്ക് വീക്ക്ലി ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഇത് അപ്ലൈ ചെയ്താൽ നല്ല ബെറ്റർ റിസൾട്ട് തന്നെ കിട്ടും. നമ്മുടെ മെലാസ്മ പോലത്തുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റി നമ്മുടെ സ്കിൻ ഹെൽത്ത് നല്ലോണം ഇമ്പ്രൂവ് ചെയ്ത് നമുക്കൊരു ഈവൻ സ്കിൻ ടോൺ തരാനും, പിന്നെ അത് മാത്രമല്ല നമ്മുടെ ഫേസിൽ കുഞ്ഞു കുഞ്ഞു പിമ്പിൾസ് വരില്ല, അതൊക്കെ നെറ്റിയിലൊക്കെ വരുന്ന കുഞ്ഞു കുഞ്ഞു കുരുപ്പുള്ള പിമ്പിൾസൊക്കെ മാറ്റാൻ വേണ്ടി ഒരുപാട് സഹായിക്കുന്ന ഒരു പാക്കാണ് ഇത് വന്നിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇങ്ങനെ റിമൂവ് ചെയ്ത് കാണിക്കുകയാണ്. റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ റിസൾട്ട് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ഫേസ് അതുമാതിരി നല്ലോണം വൈറ്റനിങ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതുപോലെ കുറേ അധികം പാക്സിൻ്റെയും കുറേ ഫേഷ്യൽസിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം, ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കും. പിന്നെ എല്ലാവരും നമ്മുടെ ഇൻസ്റ്റാഡിയും കൂടെ ഫോളോ ചെയ്ത് സപ്പോർട്ട് തന്നെ. ഇൻസ്റ്റാഡിയും ഞാൻ പോപ്പ് പോലെ കൊടുത്തേക്കും. അപ്പോൾ ഇനി ആരും ടെൻഷനൊന്നും അടിക്കേണ്ട, എൻ്റെ ഫേസ് നേരത്തേക്കാളും കളർ പോയല്ലോ, ഞാൻ കരുവാളിച്ച് പോയല്ലോ എന്നൊന്നും ഓർത്ത് ആരും വിഷമിക്കുകയോ ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെയുള്ള ഐറ്റംസ് വെച്ച് റെഡിയാക്കി എടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ ഹോസ്റ്റലിൽ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ പൗഡർ ഫോമിലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് നമുക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്ത് കൈ വെച്ചാൽ നമുക്കത് ഞെവിടി അതിൻ്റെ നീരെടുക്കാം. അപ്പോൾ എന്തായാലും വാഷ് ചെയ്തിട്ട് വരാം. വാഷ് ചെയ്തിട്ട് വന്നപ്പോൾ തന്നെ ഇതാണ് റിസൾട്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ബൈ ഡിയേഴ്സ്, ടാറ്റാ.